പറഞ്ഞല്ലോ, സിനിമയും ഫുഡും ഇൻഡസ്ട്രിയും എനിക്കൊരു പാഷനാണ്. ബാക്കിയൊക്കെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ ഇവിടെ പൈസ വേണ്ട എന്നല്ല, പൈസ കിട്ടിയാൽ നല്ല, എപ്പോഴും പൈസ കിട്ടിയാൽ നല്ലതാണ്. അല്ല, ഈ സിനിമ കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ മറ്റ് ബിസിനസ്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ സിനിമ ഭയങ്കര റിസ്ക്കിയാണ്. അതായത് ഒരിക്കലും അല്ല, മറ്റേ ബിസിനസ്സുകളെക്കാളും റിസ്ക് കുറവ് സിനിമയാണ്. മറ്റേ ബിസിനസ്സുകൾ ചെയ്യാത്ത ആൾക്കാർ സിനിമ ചെയ്യുമ്പോഴാണ് അവർക്ക് ബിസിനസ് ഭയങ്കര റിസ്ക് വരുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, സിനിമയിൽ ഇപ്പം പൈസ മുടക്കി അത് വിജയമാണോ പരാജയമാണെന്ന് പെട്ടെന്ന് അറിയാം. മറ്റുള്ള ബിസിനസ്സുകളിൽ പൈസ മുടക്കി ഒരു 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മളങ്ങ് കൂപ്പ് കുത്തി താഴെ കിടക്കുകയാണെന്ന്, തിരിച്ച് പൊങ്ങി വരാൻ വയ്യാത്ത അവസ്ഥയായിപ്പോൾ. അന്നേരം ഇത് എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായിട്ടുള്ള, ഏത് ബിസിനസ്സിലും റിസ്ക് ഇല്ലാത്ത അല്ല, ബിസിനസ്സുകളിൽ റിസ്ക് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ മറ്റ് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു ടൈമിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അത് നമുക്ക് ഇത് എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തം ഉണ്ടായിരിക്കില്ല. അപ്പോൾ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കും, ഇപ്പോൾ ഞാനൊരു ബിൽഡറായിരുന്നു, ഇവിടെ ബൈപ്പാസിലൊരു സ്ഥലം മേടിക്കണമെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപ കൊടുക്കണം. 1 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ എത്രയും അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തു, ആ ഒരു പ്രോജക്റ്റ് തീരുമെന്ന് എന്താ ഉറപ്പുള്ളത്? ആ പ്രോജക്റ്റ് വിറ്റ് തീരുമെന്ന് എന്താ ഉറപ്പുള്ളത്? കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്യുന്ന എന്താ ഉറപ്പുള്ളത്? അവിടെ റിസ്ക് ഇല്ല.